5 മിനിറ്റോളം നമ്മളെ അങ്ങ് തെറി വിളിപ്പിക്കും. അമ്മാതി തമിഴ് പടക്കം, വേറെ ഒന്നും പറയല്ല, തമിഴ് പടക്കം. പക്ക ആവറേജ് പടം, അത്രയേ ഉള്ളൂ. ആവറേജ് അത്ര തന്നെ. ഒരു എന്തോ പറയും, ഒരു ദുരന്ത ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യയുടെ അടുത്തൊരു ഫ്ലോപ്പ് സിനിമയെന്ന് പറയാം. എന്ന് പറയുമ്പോൾ ഗുഹയുടെ അത്രത്തോളം എത്തിയില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളങ്ങ് വെറുപ്പിച്ച് കളയും. ഞാനെങ്കിൽ സൂര്യയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫാനാണ്. ഭയങ്കര ആ ഒരു ഇതിലാണ് ഈ സിനിമ കാണാൻ കയറിയത്. ഭയങ്കര തീർത്തും നമ്മളങ്ങ് നിരാശപ്പെടുത്തുന്ന കഥ ഇങ്ങനെ എന്തോ ഒരു പരത്തി എന്തൊക്കെയോ കഥ പറഞ്ഞു പോകുന്നു, നമുക്കൊന്നും മനസ്സിലാവേയില്ല. നമ്മളങ്ങ് എന്ന് പറയുമ്പം കുറേ പ്രത്യേകിച്ച് ഈ സിനിമയുടെ അവസാന നിമിഷമൊക്കെ ഒരു 15 മിനിറ്റോളം നമ്മളെ അങ്ങ് തെറി വിളിപ്പിക്കും. അമ്മാതിരി എന്നെ അങ്ങ് വലിച്ച് നടുക്കി അങ്ങ് കൊണ്ടുപോകും. എന്ന് പറയുമ്പോൾ വളരെ കുറേ കൂടെ നേരത്തെ തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയെ അങ്ങ് നീട്ടി കൊണ്ടുപോകും. നമ്മളങ്ങ് വെറുത്തു പോകുന്ന സിനിമ. പുള്ളിയുടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 8-10 സിനിമകളും എല്ലാം ഫ്ലോപ്പല്ലേ. പുള്ളിയുടെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ താല്പര്യമാണെങ്കിൽ നമുക്ക് കയറി കാണാം. പുള്ളി നല്ല അഭിനേതാവാണ്. പക്ഷേ അല്ലാതെ നമുക്കത് മാത്രമല്ല, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടണ്ടേ, അത് ഈ സിനിമയിൽ നിന്ന് കിട്ടില്ല. കങ്കുവ നമ്മളങ്ങ് വെറുത്തു പോകും. അതിൻ്റെ അത്രത്തോളം വെറുപ്പില്ലെങ്കിലും അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തി ഈ സിനിമ കാണുമ്പോൾ. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിനിമ. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ജയറാം, ജോജി ജോർജൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവരെയൊക്കെ അങ്ങ് ജോജി ജോർജിനെയൊക്കെ മലയാളത്തിൽ വളരെ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത പുള്ളി അതിൽ പോയി എന്തോ ഒരു കാര്യമില്ലാതെ ആ സിനിമയിൽ പോയി അഭിനയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ജയറാം പിന്നെ ഒരു കോമാളി വേഷത്തിൽ, ശരിക്കും കോമാളി എന്ന് പറയാം, അങ്ങനത്തെ ഒരു വേഷത്തിലാണ് ജയറാം അല്ല അഭിനയിക്കുന്നത്. പിന്നെ ചെറിയ റോളിൽ ചെറിയതായിട്ട് സ്വാസിക ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. സൂര്യയുടെ സിനിമകളിലെ പ്രത്യേകം തന്നെ നല്ല പാട്ടുകളൊക്കെ കാണും. ഇതിൽ അതുമില്ല. പാട്ട് ഒരു പാട്ടും നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്കൊന്ന് മൂളാൻ പറ്റുന്ന ഒരു പാട്ടും ഈ സിനിമയിലില്ല. കാർത്തിക് സുബ്ബരായൻ്റെ എന്തോ അയാളുടെ എഫക്റ്റൊന്നും ഈ സിനിമയിൽ കാണുന്നില്ല. ഒരു മോശം സിനിമയെന്ന് തന്നെ പറയാം. കാരണം ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ മിക്കവാറും സിനിമയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു മൂവിയാണ്. ബ്രോ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊണ്ട് അങ്ങേര് തൊലച്ചിട്ടുണ്ട്. കാരണം നല്ലോണം എൻഡ് ആയിരുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ക്ലൈമാക്സ് കൊണ്ട് അവസാനം വെറുതെ ബോറായി പോയി. ക്ലൈമാക്സ് പടക്കം, ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ പടക്കം, സത്യം പറഞ്ഞാൽ പടക്കം ഒന്നുമില്ല കാണാൻ. ലാസ്റ്റ് ബ്രോ അതിൽ പാട്ടുകൾ ഒരു ബന്ധമില്ല. ഈ വെറുതെ ഒരു ഇതിലില്ലാത്തൊരു ഇമോഷൻസ്, വെറുതെ KGF സലാറ് പോലെയൊക്കെയാണ് കഥ എടുത്ത് വെച്ചേക്കുന്നത് ബ്രോ. ഇങ്ങനെ എന്തിനാണ് സിനിമ എടുത്തത്? നല്ല ഫസ്റ്റ് ഹാഫ് പ്രോപ്പർ ബ്രോ, നല്ലോണം എടുത്തു പോയി. സെക്കൻഡ് ഹാഫ് അതുമായിട്ട് ഒരു ബന്ധമില്ല. അത് വേറൊരു പ്ലോട്ടിലോട്ടാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒരു ബന്ധമില്ല, ഒരു കണക്ഷനും ഇല്ല. എന്തിനാണ് സിനിമ തുടങ്ങുന്നതെന്നും എന്തിനാണ് നിൽക്കുന്നതെന്നും ഒരു ബന്ധമില്ല. ഇത് ഫുള്ളൊരു പടക്കമാണ്, ഈ സിനിമ പടക്കമാണ്. പക്ഷേ സൂര്യ ഫാൻ ആണെങ്കിലും സൂര്യനെ കാണാനാണെങ്കിലും സിനിമ വന്ന് കണ്ടു, ഒരു പ്രശ്നമില്ല. സൂര്യയുടെ സ്വാഗ് റോള് ചെയ്യല്ലേ, ജോജു ജോർജ് ഇങ്ങനത്തെ റോള് ചെയ്യല്ലേ. പറയണമെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ തമിഴ് മൂവി, തമിഴ് പടക്കം, വേറെ ഒന്നും പറയല്ല, തമിഴ് പടക്കം മാത്രം കൊള്ളാം. സൂര്യ മാത്രം കൊള്ളാം, വേറെ ഒന്നും കൊള്ളൂല, അതാണ് സത്യം. ഇതിൽ കൊള്ളാന്ന് രണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്ന് സൂര്യയുടെ സ്റ്റണ്ട് സ്വാഗ്, അതൊക്കെ പൊളിയാണ്. ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം, സെക്കൻഡ് ഹാഫിൽ കുറച്ചൊക്കെ ഉള്ളൂ, എന്നാലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യമുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സ്റ്റണ്ടും അതൊക്കെ ഉണ്ട്, അത്യാവശ്യമുണ്ട്. ഇൻട്രോ ബിൽഡപ്പ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ അവസാനമായപ്പോൾ എല്ലാം കൂടെ ഒരുമാതിരി ഡൗൺഫോൾ ആയിരുന്നല്ല. സിനിമാറ്റോഗ്രാഫി കൊള്ളാം, അത്യാവശ്യം സിനിമാറ്റോഗ്രാഫി, ഫ്രെയിംസ് ഒക്കെ നൈസാണ്, സ്റ്റണ്ട് സംഭവങ്ങൾ കൊള്ളാം. പക്ഷേ ബാക്കിയെല്ലാം സ്റ്റോറി വൈസും ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും പറയില്ല. അയ്യോ പഴംപിഴിങ്ങി ഒരു വില്ലൻ മൈക്കിൾ ഇങ്ങനെ വന്ന് നിൽക്കും, ബോഡി ഒത്തിരി കൊള്ളൂലാത്ത ഒരു വില്ലൻ. ഇങ്ങനത്തെ ഒരു വില്ലനൊക്കെ എന്തിനാണ് ഈ സിനിമ കയറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ ജയറാം എല്ലാവരും പറഞ്ഞുകൊണ്ട് കോമാളിയാണ്. ഈ സിനിമയിലൊരു കോമാളിയാണ്, തനി കോമാളി, ആക്ച്വലി കോമാളിയാണ് ഈ സിനിമ. കാണുന്നത് നമുക്ക് മനസ്സിലാവും. അഭിനയമൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇങ്ങനത്തെ സിനിമയിൽ ഈ റോൾ ചെയ്യേണ്ട ആളല്ല. സിനിമയില്ലേ, ആ ഗെയിം ചേഞ്ചർ സിനിമയിൽ എങ്ങനെയാണോ കാണിച്ചത് അതേപോലെ തന്നെ ഈ സിനിമയിലുള്ള കോമാളി, പക്കാ കോമാളി. കൊള്ളൂല ഈ സിനിമ, പോരാ, അത്ര തന്നെ. ഒരു ടിപ്പിക്കൽ തമിഴ് മൂവി, ആവറേജ് പടം. സൂര്യനെ കാണണമെങ്കിൽ മാത്രം വന്ന് ടിക്കറ്റ് എടുത്ത് കാണാം, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുക, അത്രയേ ഉള്ളൂ. OTT പോലും കാണാൻ നിൽക്കില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാർത്തിക് സുബ്രാജിന് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കാർത്തിക് സുബ്രാജിൻ്റെ പടം സാധാരണ ഇങ്ങനെ അല്ല, ഇതല്ല അങ്ങനെയൊക്കെ പടം. പക്ഷേ സിനിമ പോയി, ഫോക്കസാണ്, ഒന്നും പറയാനില്ല. സൂര്യനെ കാണാനാണെങ്കിൽ വന്ന് ടിക്കറ്റ് എടുത്തു, സിനിമേൻ്റെ വിളിച്ചിട്ട് വയ്ക്കും, അതൊരു കുഴപ്പമില്ല. ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ സിനിമ ഓക്കെയാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് നോക്കാം. ഹൈപ്പ് നല്ല ഹൈപ്പായിരുന്നു ബ്രോ. ബ്രോയ്ക്ക് തന്നെ അറിയത്തില്ല എന്ത് ഹൈപ്പായിരുന്നു. ആ ഹൈപ്പിനുള്ളതില്ല, അത്രേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം കുഴപ്പമില്ലെന്ന് പറയാം. അത്ര ഭയങ്കര മോശമെന്നൊന്നും പറയുന്നില്ല, ഒരു ആവറേജ് ബിലോ ആവറേജ് അത്രേ പറയാനുള്ളൂ.
സൂര്യനെ കാണാനാണ്, അദ്ദേഹത്തിൻ്റെ സ്വാഗ് കാണാനാണെങ്കിൽ ടിക്കറ്റ് എടുത്ത് കുഴപ്പമില്ല വന്ന് കണ്ട് 2 മണിക്കൂർ 43 മിനിറ്റ്. ആ ഇടയ്ക്കൊക്കെ ലാഗുണ്ട്. അത് സൂര്യനെ കാണാം, വന്ന് അങ്ങേരെ കൈയടി, അങ്ങേരെ സ്റ്റണ്ട് കാണാം, അത്രയൊക്കെ ഉള്ളൂ. BGM ഒക്കെ ഭയങ്കര ബോറാണ് BGM ഒക്കെ. ആദ്യം ഫസ്റ്റ് ഹാഫിൽ കണ്ണീം ആ സോങ് നൈസായിരുന്നു, ബാക്കിയെല്ലാം ആവറേജ് ആയിരുന്നു, ഭയങ്കര ആവറേജ് ആയിരുന്നു. സ്റ്റോറിയൊക്കെ പക്ക ആവറേജ് ഉണ്ട്. സ്റ്റോറിയൊക്കെ ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവനെ നേരെ കണ്ടപ്പോൾ മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അത് അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റോറിയാണ്. ലൈക്ക് പക്ക ആവറേജ് പടം, അത്രയേ ഉള്ളൂ. ആവറേജ് അത്ര തന്നെ.